ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ കുരിച്ച്. ഇന്ന് എൻ്റെ വിഷയമെന്ന് പറയുന്നത് ചുടലമൂർത്തിയാണ്. ആരാണ് ചുടലമൂർത്തി? എന്താണ് ചുടലമൂർത്തിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? അതിനെ ഉപാസിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചുടലമൂർത്തി എന്ന് പറഞ്ഞാൽ ചുടലയിൽ നിന്നുണ്ടായ മൂർത്തിയാണ്. ആ മൂർത്തി നല്ല രീതിയിലുള്ള കർമ്മങ്ങൾക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സനാതന കർമ്മങ്ങൾക്ക് അത് ഉപയോഗ്യമല്ല. ആ മൂർത്തിയെ വെച്ച് നമുക്ക് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. വളരെയധികം ശക്തിമത്തായ മൂർത്തിയാണ് ചുടലമൂർത്തിയെങ്കിലും അതിന് ക്ഷുദ്രകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള മൂർത്തിയാണ്, ശക്തിയായിട്ടുള്ള മൂർത്തിയാണ്, ചുടലിൽ നിന്നുണ്ടായ മൂർത്തിയാണ്. അപ്പോൾ ചുടലിൽ ഉപയോഗിക്കുന്ന ഭസ്മം, എല്ലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഈ മൂർത്തിയുടെ പ്രീതിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചുടലയിൽ വെച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ചുടല എന്ന് പറഞ്ഞാൽ ശ്മശാനം. ഇന്ന് അത്യന്താധുനികമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതെല്ലാം പ്രായോഗികമല്ല. കാരണം ഇലക്ട്രിക് ശ്മശാനങ്ങൾ വാഴുന്ന ഇന്നത്തെ കാലത്ത് ഒരു ശ്മശാനത്തിൽ പോയി കർമ്മം ചെയ്യേണ്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ പലർക്കും അസാധ്യമായ കാര്യമായിരിക്കും. CCTVകളും മൊബൈൽ ക്യാമറകളും എല്ലാം ഉള്ള കാലത്ത് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭീകരതയും അതിൻ്റെ പ്രശ്നങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് അസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കുമൊക്കെ അതിൻ്റെ വഴിമാറുന്നതിൻ്റെ ഘട്ടങ്ങൾ ഇതിൻ്റെ പണ്ഡിതരായ പലരുമായിട്ടും ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നടന്ന പലതും ഇന്ന് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് പരസ്യമായിട്ട് ഒരു ഏലസ് ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കളിയാക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. ഇപ്പോഴും വളരെ ഭക്തിയുള്ള, അതിൽ വിശ്വാസമുള്ള, സനാതന കർമ്മങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതെല്ലാം വളരെയധികം മിസ്റ്ററിക്കായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ യുവതലമുറയും മറ്റുള്ളവരും കണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നോ റിലീജിയൻ എന്ന ഒരു ക്യാമ്പയിൻ ശക്തമായിട്ട് വരികയാണ്. 30% ആളുകൾ അതിൽ പങ്കുചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പല തീരുമാനങ്ങളും അവിടെ സന്നിഗ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരിക, ഭക്തിയിലുള്ള വിശ്വാസമില്ല, പരസ്പരമുള്ള വിശ്വാസമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മൂർത്തികളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കുറഞ്ഞ ഒരു 5% ആൾക്കാർക്ക് മാത്രമേ വേണ്ടൂ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷത്തോളമാകുന്നു. വളരെ കുറഞ്ഞ വ്യൂവേഴ്സ് മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യമില്ല. അപ്പോഴെന്താണ് അതിനുള്ള പോംവഴി? പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഓടിപ്പിടച്ച് അവസാന ശ്രമമെന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് ഇന്നത്തെ ഏത് ആൾക്കാരുടെയും ലക്ഷ്യം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൂർത്തിയാണ് ചുടലമൂർത്തി. എല്ലാവിധ ക്ഷുദ്രകർമ്മങ്ങളും, ആ ക്ഷുദ്രകർമ്മങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ആ വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വശീകരണം പോലെയുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു മാരണകർമ്മങ്ങളും ശാന്തി കർമ്മങ്ങളും ഉച്ചാടന കർമ്മങ്ങളും സ്തംഭനം, ദേഷണം, വശീകരണം എന്നുള്ള എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൂർത്തിയാണ് ഈ മൂർത്തി.
ചുടലമൂർത്തി എന്ന് പറയുന്നത് അത്യന്തം അപകടകാരിയായ മൂർത്തിയാണ്. ചുടലിൽ നിന്നുണ്ടായ മൂർത്തിയാണ് ചുടലമൂർത്തി. പക്ഷേ ആ മൂർത്തിക്ക് തരാൻ പറ്റുന്ന ദോഷങ്ങളും നല്ലതും വളരെയധികമാണ്. അത്തരം മൂർത്തികളെ ഉപാസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആ മൂർത്തികൾ വരുത്താവുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിരിക്കും. അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും നല്ലത് വേണ്ടവർക്കും എല്ലാം തന്നെ ഈ മൂർത്തി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആ മൂർത്തി വളരെയധികം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവിധ മാന്ത്രിക പരിഹാര കർമ്മങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. 43 വർഷങ്ങളായി അസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരിഹാര വിധികൾക്കും എന്നെ സമീപിക്കാവുന്നതാണ്. അതുപോലെ ജാതകം, വിവാഹ പൊരുത്തങ്ങൾ, നിങ്ങളുടെ ദശാസന്ധികൾ, ഗ്രഹനില, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ലോകത്തിന് മുൻപേ ഇങ്ങനെ നമ്മളുടെ കേരളത്തിൽ ഇത്തരം ഒരു മാന്ത്രിക പരമ്പര, ജ്യോതിഷ പരമ്പര ഉണ്ടായിരുന്നു എന്നത് ലോകത്തിന് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പുതുതലമുറ, എൻ്റെ എല്ലാ മക്കൾ ഈ കാര്യങ്ങൾ പഠിക്കുവാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. ചിലപ്പോൾ എൻ്റെ ജീവിതം കഴിഞ്ഞാൽ ഈ പാരമ്പര്യകല മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ചിലപ്പോൾ കഴിയുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എൻ്റെ ഈ ചെറിയ വിവരണം നിങ്ങൾക്ക് തൃപ്തിയായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.